ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളൊരു വെറൈറ്റി റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആരും ഇതുവരെ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. അത് ഒരു കൊക്കക്കോള റൈസാണ്. ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾ വിചാരിക്കുന്നതിലപ്പുറമാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി റെസിപ്പിയാണ്, വെറൈറ്റി ഡിഷാണ്. നമ്മൾ വെളിയിൽ നിന്നൊക്കെ ഫ്രൈഡ് റൈസ് വാങ്ങുമ്പോൾ ഒരു ചൈനീസ് സ്റ്റൈലിൽ ഉള്ള ഒരു ഫ്രൈഡ് റൈസാണിത്. ആ ഒരു സെയിം ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് നമ്മൾ സാധാ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന പോലെ ചില ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യണം, അത്രയേ ഉള്ളൂ. ആദ്യം നമ്മളൊരു ഫ്രൈ പാനിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യമായിട്ട് ഞാൻ ആഡ് ചെയ്യുന്നത് ഒരു 3 അല്ലി വെളുത്തുള്ളിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 3 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് അത് നന്നായിട്ട് എണ്ണയ്ക്കകത്തിട്ട് നിന്ന് ജസ്റ്റ് ഫ്രൈ പോലെ ചെയ്ത് വീഴുക. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ശരിക്കും നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് മസ്റ്റ് ട്രൈ ആണ്. ഞാൻ ഫസ്റ്റായിട്ടാണ് ഉണ്ടാക്കി നോക്കുന്നത്. ആദ്യമായിട്ട് തന്നെ ഞാൻ ഒരു ഫുള്ള് സവോള ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമ്മുടെ വെളുത്തുള്ളിയിലോട്ട് ജസ്റ്റ് അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. നന്നായിട്ട് വഴലണം. നമുക്ക് അതിൻ്റെ ഒരു പച്ചമണം മാറിയാൽ നമുക്ക് കറക്റ്റ് ഫ്രൈഡ് റൈസിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. നമുക്ക് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ട് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. ശരിക്കും ഈ നമ്മൾ സാധാ എഗ് ഫ്രൈഡ് റൈസ്, ചിക്കൻ ഫ്രൈഡ് റൈസ്, അങ്ങനെ പല വെറൈറ്റീസ് ഓഫ് ഫ്രൈഡ് റൈസ് ഉണ്ടല്ലോ. ഇതെന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ അതിശയിപ്പിക്കുന്ന ഒരു റെസിപ്പിയാണിത്. ശരിക്കും നല്ല ടേസ്റ്റാണ്. അടുത്തായിട്ട് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് ഒരെണ്ണം ഫുള്ളായിട്ടാണ് എടുത്തേക്കുന്നത്. ഒരു ചെറിയ തക്കാളി ഫുള്ളായിട്ട് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് അതിലൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. നമ്മൾ ചെറുതായിട്ട് അരിയുമ്പോഴത്തേക്കും പെട്ടെന്ന് നമുക്കൊന്ന് വെന്ത് കിട്ടും. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ട് സവോളയുടെ കൂടെ തന്നെ ഇട്ട് വന്ന് വഴറ്റിയെടുക്കുകയാണ്. നമുക്ക് ഞാൻ വെജിറ്റബിൾസ് ഒന്നും അങ്ങനെ ആഡ് ചെയ്യുന്നില്ല. ബാക്കി ഇനി നമ്മൾ മസാലയിലോട്ട് പോകാം. 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കുരുമുളക് പൊടിയൊക്കെ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം. കുരുമുളക് പൊടിയാണ് നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് നിർണ്ണയിക്കുന്നത്. നല്ല എത്രത്തോളം എരിവുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഞാനതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ശരിക്കും ഈ മസാലയുടെയൊക്കെ പച്ചമണം മാറിയാലേ ടേസ്റ്റും കറക്റ്റ് ആവുള്ളൂ. സോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായിട്ട് പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 2 മുട്ടയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്ര മുട്ട വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കും. നിങ്ങൾക്ക് ടേസ്റ്റിന് എത്രത്തോളം വേണോ അതിനനുസരിച്ച് ആഡ് ചെയ്യുന്നിടത്തോളം നല്ല ടേസ്റ്റും കിട്ടും. അപ്പം നിങ്ങൾ എത്രത്തോളം ആണോ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ 2 മുട്ട ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഫ്രൈ പാനിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ മുട്ടയൊന്ന് ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്നൊന്ന് ഇളക്കി കഴിയുമ്പോഴത്തേക്കും അതാണെങ്കിൽ ഫ്രൈ പാനിൽ നിന്ന് പിടിച്ചിരിക്കും. നമുക്ക് ഇളകി വരില്ല പെട്ടെന്ന്. സോ മുട്ടയൊന്ന് മാക്സിമം കുറച്ചൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും ഒന്ന് ഇളക്കുവാണെങ്കിൽ നന്നായിട്ട് നമുക്ക് മുട്ട നന്നായിട്ട് ഇളകി കിട്ടും. മുട്ട ഞാൻ സ്ക്രാമ്പിൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ബസുമതി റൈസാണ്. അത് ഞാൻ കുറച്ചായിട്ട് ആ മുട്ടയുടെ സ്ക്രാമ്പിൾ ചെയ്ത് അതിലോട്ട് ഞാൻ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ്. അതായത് ചോറൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നന്നായിട്ട് മൊരിയുന്നതനുസരിച്ചാണ് ഫ്രൈഡ് റൈസിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. സോ നന്നായിട്ട് ആ മസാലയ്ക്കകത്ത് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചോറ്. ഇപ്പം ഞാൻ കുറച്ച് ചോറേ ഇട്ടിട്ടുള്ളൂ. ബാക്കിയുള്ള കുറച്ച് ചോറും കൂടെ ഉണ്ട്. അങ്ങനെ കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് വേണം നമ്മൾ ഇളക്കാനായിട്ട്. നമ്മൾ മാക്സിമം നമ്മൾ ചോറ് കുറച്ചിട്ട് ഗ്രേവി കൂടുതലായിട്ട് വെക്കുമ്പോഴാണ് ഫ്രൈഡ് റൈസിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ അതെല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് ഫുൾ അരിയും കൂടി ഇട്ടിട്ട് ഞാൻ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. കുറച്ച് റൈസും മസാലയുടെ ഇത് കുറച്ച് കൂടുതൽ നിൽക്കുവാണെങ്കിലാണ് നമുക്ക് ഫ്രൈഡ് റൈസിന് എപ്പോഴും നല്ല ടേസ്റ്റ് വരുന്നത്. ഒരുപാട് ചോറിട്ടാലും നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പം കുറച്ച് ചോറ് ഇട്ടിട്ട് അങ്ങനെ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മളിനി കുറച്ച് സോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഡാർക്ക് സോയാ സോസാണ്. അതിനുശേഷം ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിലാണ് രണ്ടും ചേർത്ത് കൊടുക്കുന്നത്.
1 ടേബിൾ സ്പൂൺ ഡാർക്ക് സോയാ സോസും പിന്നെ 1 ടേബിൾ സ്പൂൺ നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പുമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഗ്രീൻ ചില്ലി സോസ് ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം, കുഴപ്പമില്ല. എൻ്റെ കയ്യിൽ ഇല്ല, അത് കാരണം ഞാൻ ഈ 2 സോസും മാത്രമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് രണ്ടും മതിയാകും, നമുക്ക് നല്ലൊരു ടേസ്റ്റ് തന്നെ കിട്ടും. ഈ 2 സോസും മാത്രം മതിയാകും. പിന്നെ നമ്മുടെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കൊക്കക്കോളയും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. ശരിക്കും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് എല്ലാവരും ഒന്ന് അഭിപ്രായം പറയുക. ശരിക്കും അടിപൊളി ഒരു റെസിപ്പിയാണ്. ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഒരു കൊക്കക്കോളയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് നമ്മൾ ഒരുപാട് കൊക്കക്കോള ഒഴിക്കില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒരു ഗ്ലാസിൻ്റെ പകുതിയോളം കൊക്കക്കോള എടുത്തിട്ട് അത് മാത്രം ജസ്റ്റ് ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് നേരം ആ ഒഴിച്ച വെള്ളത്തിൻ്റെ അപ്പം റൈസ് ഒന്ന് വെള്ളം പോലെ ആകുമല്ലോ, ആ വെള്ളം ഒന്ന് മാറ്റി ഡ്രൈ ആക്കി എടുക്കണം. അതിലാണ് ടേസ്റ്റ് ഇരിക്കുന്നത്. നമ്മൾ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഉടനെ നിർത്തി വെച്ചിട്ട് പോവരുത്. ഒഴിച്ചിട്ട് ആ വെള്ളമയം ഒന്ന് മാറ്റി ഡ്രൈ ആക്കി ഒരു 5 മിനിറ്റോളം റൈസ് നന്നായിട്ട് ആ കൊക്കക്കോളയ്ക്കകത്ത് കിടന്ന് ഒന്ന് ഫ്രൈ ചെയ്ത് വരുമ്പോഴാണ് നന്നായിട്ടൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യുക. ശരിക്കും നല്ല ടേസ്റ്റാണ്. നമ്മൾ വെളിയിൽ നിന്നൊക്കെ വാങ്ങുന്ന ചൈനീസ് ഫ്രൈഡ് റൈസ് പോലെ ശരിക്കും അതേപോലൊരു ടേസ്റ്റാണ് കിട്ടുന്നത്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ശരിക്കും നമ്മൾ കൊക്കക്കോള ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഒരു 5 മിനിറ്റോളം ഫ്രൈ ചെയ്തെടുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഉടനെ നിർത്തിയിട്ട് വരരുത്. അപ്പം നമ്മുടെ കൊക്കക്കോള ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ശരിക്കും ഞെട്ടുന്നൊരു റിസൾട്ടാണ് കിട്ടുന്നത്. സോ എല്ലാവരുടെ മുന്നിലും നിങ്ങൾക്ക് നല്ല സ്റ്റാർ ആകാം. നല്ലൊരു റെസിപ്പിയാണ്. ഇതുപോലെയുള്ള സിമ്പിൾ വീഡിയോസിനായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ഓക്കെ, ബൈ.